ഇനി മെത്തേഡ്സ് ഓഫ് കോസ്റ്റിംഗ് നമ്മൾ പറഞ്ഞല്ലോ, ഇറ്റ്സ് എ പ്രോസസ് അല്ലെങ്കിൽ ടെക്നിക് ഫോർ ഡിറ്റർമിനിങ് കോസ്റ്റ് ആണെന്ന്. അപ്പോൾ വാട്ട് ആർ ദ പ്രോസസ് അല്ലെങ്കിൽ വാട്ട് ആർ ദ ടെക്നിക്സ് അല്ലെങ്കിൽ വാട്ട് ആർ ദ മെത്തേഡ്സ് ഓഫ് കോസ്റ്റിംഗ് എന്നാണ്. ആദ്യം പറയുന്നത് മൊത്തത്തിൽ ഒരു 8 ടൈപ്സ് ഓഫ് കോസ്റ്റിംഗ് ഉണ്ട്. അതിലാദ്യം വരുന്നതാണ് ജോബ് കോസ്റ്റിംഗ്. Under job costing, costs are collected and accumulated for each job or work order separately. അതായത് ഓരോ ജോലിക്കും, ഇത് ബേസിക്കലി ഇത് ഏത് ടൈപ്പ് കോസ്റ്റിംഗ് ആണെന്നുള്ളത് ഏത് ടൈപ്പ് ഓഫ് മാനുഫാക്ചറിങ് ഇൻഡസ്ട്രി. ഇപ്പൊ സപ്പോസ് നമ്മള് പ്രിന്റിംഗ് വർക്ക്, റിപ്പയർ ഷോപ്പ്, എഞ്ചിനീയറിംഗ് വർക്ക്, മെഷീൻ ടൂൾസ്, ഷിപ്പ് ബിൽഡിംഗ്, ഫർണിച്ചർ, ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ഓരോ ജോലിക്കും ഒരു ഷിപ്പ് ഉണ്ടാക്കുക, അതൊരു ജോബാണ്. അപ്പൊ അതിന് ഇൻകർ ചെയ്യുന്ന കോസ്റ്റ് കളക്റ്റഡ് ആൻഡ് അക്യൂമുലേറ്റഡ് ഓഫ് കോസ്റ്റ് ഫോർ ദാറ്റ് പെർട്ടിക്കുലർ ജോബ്. ആ രീതിയിലാണ് ഒരു ജോലിക്കുള്ള. ഇപ്പൊ റിപ്പയർ നടത്തുകയാണ് നമ്മൾ, ഒരു റിപ്പയർ ഷോപ്പ് ആണെങ്കിൽ ആ ഒരു റിപ്പയറിംഗ് എന്ന് പറയുന്ന ഒരു ജോലിയാണ്, ഒരു വർക്കാണ്, അതൊരു വർക്ക് ഓർഡർ ആണ്. ഒരു കാറ് റിപ്പയർ ചെയ്യുന്നു, സോ ദാറ്റ് ഈസ് എ വർക്ക് ഓർഡർ. അല്ലെങ്കിൽ പ്രിന്റിംഗ് വർക്ക്, ഒരു സെറ്റ് പ്രിന്റ് കൊടുക്കുന്നു, അതൊരു പ്രിന്റിംഗ് വർക്കാണ്. അപ്പൊ അത് നമ്മൾ പറയാം പെർ ഷീറ്റിനൊക്കെ നമുക്കതിന് ചാർജ് ചെയ്യാം അല്ലെ. അങ്ങനെ വരുമ്പോ അത് ജോബ് ഓർഡറിനാണ്. 10 പ്രിന്റിന് ഉള്ള കോസ്റ്റ് ആയിരിക്കില്ല ഒരു പ്രിന്റിന്, 100 പ്രിന്റിനുള്ള കോസ്റ്റ് ആയിരിക്കില്ല 10 പ്രിന്റ്. സോ ഒരു ജോബിനാണ്, അതൊരു ജോലിക്കാണ്. അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ്, അക്യൂമുലേറ്റിംഗ് ആൻഡ് കാൽക്കുലേറ്റിംഗ് ആണെങ്കിലാണ് ഇത് ജോബ് കോസ്റ്റിംഗ്. ഇനി ബാച്ച് കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാല് ഇപ്പൊ ഫാക്ടറിയിലൊക്കെ ബാച്ച് ആയിട്ടായിരിക്കും. നമ്മൾ ഓപ്പറേഷൻസ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ അടുത്ത കൊല്ലം നിങ്ങൾ ഒരു സബ്ജക്ട് പഠിക്കും, പലതരം പ്രോസസ്സ് പറയും. ഇന്റർമിറ്റന്റ് പ്രോസസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ബാച്ച് ആയിട്ട് ഒരു കെട്ട് ആയിട്ട്. ഇപ്പൊ നമ്മൾ ഈ എന്താ പറയാ സ്പെയർ പാർട്ട് മാനുഫാക്ചറിങ്, ബിസ്ക്കറ്റ്, ഫാർമസ്യൂട്ടിക്കൽ, റെഡിമെയ്ഡ് ഗാർമെന്റ്സ്, ഫുഡ്, വാച്ച്, ടോയ്സ്, കോസ്മെറ്റിക്, ഇതൊക്കെ ബാച്ചാ, ഒരു പെട്ടിയായിട്ട്. അപ്പൊ അത് ജോബ് കോസ്റ്റിംഗ് തന്നെയാണ്, പക്ഷെ അതിന്റെ ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ജോബ് കോസ്റ്റിംഗ് ആണ്. ആ ബാച്ചിന് എത്ര കോസ്റ്റ് ഇൻകർ ചെയ്തു എന്നുള്ള രീതിയിലാണ് നമ്മൾ കോസ്റ്റിംഗ് നടത്തുക. അതായത് ഒരു പ്രോഡക്റ്റ്, ഒരു കോസ്മെറ്റിക്, ഒരു ഫെയർ ലെവൽ ഉണ്ടാക്കാന്നല്ല, ഒരു ബാച്ച് അങ്ങനെ. ഇനി കോൺട്രാക്ട് കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ, കോൺട്രാക്ട് പറഞ്ഞൊരു ബിഗ് ജോബാണ്. ഒരു വീട് ഉണ്ടാക്കുക, ഒരു ബിൽഡിംഗ് കെട്ടുക, ബ്രിഡ്ജ് ഉണ്ടാക്കുക, ഡാം ഉണ്ടാക്കുക, റോഡ് ഉണ്ടാക്കുക, ഇതൊക്കെ കോൺട്രാക്ട് ആണ്. കോൺട്രാക്ട് കൊടുത്തു എന്നല്ലേ പറയാ. അപ്പൊ അങ്ങനെ ഒരു ബിഗ് ജോബ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട്, അപ്പൊ അതൊരു കൂടുതൽ സമയമെടുക്കും, കുറച്ചും കൂടി വലിയതാണ്. അപ്പൊ അങ്ങനെ വരുമ്പോഴാണ് ആ രീതിയിലുള്ള കാര്യങ്ങൾക്കൊക്കെ ആണെങ്കിൽ എങ്ങനെ ആ കോസ്റ്റ് കളക്റ്റഡ്, അക്യൂമുലേറ്റഡ്, അസർട്ടൺ ഫോർ ഈച്ച് കോൺട്രാക്ട്. ഒരു വീട് പണിയാൻ കോൺട്രാക്ട് കൊടുത്തു വെച്ചാൽ ആ വീട് പണിയണല് ആണ് മൊത്തം അവർ പറയാം. അതിൽ പ്ലംബിങ് വരും, വയറിങ് വരും, ഫ്ലോറിങ് വരും, എന്താ പറയുക ബെൽറ്റ് വർക്കിൽ വരും, ഇന്റീരിയേഴ്സ് വരും. സോ എല്ലാം കൂടിയിട്ടാണ് കോൺട്രാക്ട് കൊടുക്കുക. സോ ആ രീതിയിൽ കോസ്റ്റ് ഡിസൈഡ് ചെയ്യുന്നതിനാണ് കോൺട്രാക്ട് കോസ്റ്റ്. ഇനി കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ്. ഇപ്പൊ നിങ്ങൾ ഓപ്പറേഷൻ മാനേജ്മെന്റിൽ പഠിക്കും, ഒരു പ്രോഡക്റ്റിന്റെ ഒരറ്റത്ത് റോ മെറ്റീരിയൽ ഇട്ടാൽ മറ്റേ അറ്റത്തേക്ക് ഫിനിഷ്ഡ് ഗുഡ്സ് കിട്ടുന്ന ഒരു കണ്ടിന്യൂസ് ആയിട്ട് പോകണം. അപ്പൊ ആദ്യം ഒരു റോ മെറ്റീരിയലിന് ഇടുന്നു, അതൊരു പ്രോസസ്സിൽ കൂടെ പോണു, പിന്നെ അപ്പൊ ഒരു അത് റോ മെറ്റീരിയൽ മാതിരി സെമി പ്രോസസ്ഡ് ആയി, അത് അടുത്ത പ്രോസസ്സിലേക്ക് പോണു, അങ്ങനെ അടുത്ത പ്രോസസ്, ഇങ്ങനെ പോയിട്ടാണ് ഫിനിഷ് ഗുഡ്സ് ഉണ്ടാക്കുന്നത്. ഇപ്പൊ പറയുന്നത് ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി, കെമിക്കൽ, റിഫൈനറി, പേപ്പർ മാനുഫാക്ചറിങ്, ഒക്കെ ഓരോ പ്രൊഡക്ഷൻ സ്റ്റേജിൽ നമ്മൾ ഓരോ പ്രോസസ് എന്നാണ് പറയുക. അപ്പൊ ഫിനിഷ്ഡ് പ്രോഡക്റ്റ് ഈ എല്ലാ പ്രോസസ്സും കഴിയുമ്പോഴാണ് റോ മെറ്റീരിയൽ ഓരോരോ പ്രോസസ്സ് കഴിഞ്ഞിട്ടാണ് ഫൈനൽ പ്രോഡക്റ്റ് എത്തുക. അപ്പൊ അങ്ങനെ ഓരോ പ്രോസസ്സിന്റെ ബേസിൽ കോസ്റ്റ് നടത്തുന്നതിനാണ് നമ്മൾ പ്രോസസ് കോസ്റ്റിംഗ് എന്ന് പറയാം. ഇനി സിംഗിൾ അല്ലെങ്കിൽ യൂണിറ്റ് കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാല് ഇപ്പൊ when a company produces only one product in large number on a continuous basis in a single process, ഒറ്റൊരു പ്രോസസ്സിൽ കണ്ടിന്യൂസ് ബേസിൽ ഒറ്റൊരു പ്രോഡക്റ്റ് മാത്രമേ പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ എങ്കിൽ അവിടെ നമ്മൾ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്ന മെത്തേഡിനെ സിംഗിൾ ഓപ്പറേഷൻ കോസ്റ്റിംഗ് എന്ന് പറയും, അല്ലെങ്കിൽ ഔട്ട്പുട്ട് കോസ്റ്റിംഗ് എന്ന് പറയും. അപ്പൊ അത് ഇപ്പൊ ചിലപ്പോ ക്വാറിയില്, മൈനില്, സിമെന്റ്, സ്റ്റീല്, ബ്രിക്ക്, അവിടെ ഒന്നും വേറെ സംഭവങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല.
ഒറ്റൊരു മൈനിലൊക്കെ ആണെങ്കിൽ പല പല കാര്യങ്ങളൊന്നുമില്ലോ, മൈനിങ് മാത്രമല്ലേ നടക്കുന്നുള്ളൂ. ക്വറീസിലാണെങ്കിൽ അവിടെയൊക്കെ സിംഗിൾ അല്ലെങ്കിൽ യൂണിറ്റ് അല്ലെങ്കിൽ ഔട്ട്പുട്ട് കോസ്റ്റിംഗ് എന്ന് പറയും. ഇനി വരുന്നതാണ് ഓപ്പറേറ്റിംഗ് കോസ്റ്റിംഗ്. ഇത് സർവീസ് റെൻഡറിങ്, ട്രാൻസ്പോർട്ട്, അതുപോലെ റെയിൽവേ, എയർവേ, ഹോസ്പിറ്റൽ, ഇലക്ട്രിക്കൽ, ഹോട്ടൽസ്, ഇവിടെയൊക്കെ നമ്മൾ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് ആണ്. ഇതിനെ സർവീസ് കോസ്റ്റിംഗ് എന്നും പറയും. ഇത് എന്താണെന്ന് എങ്ങനെയാണെന്ന് പറയണ്ട, എന്താണെന്ന് അറിഞ്ഞാൽ മതി. ഇനി വരുന്നതാണ് ഓപ്പറേഷൻ കോസ്റ്റിംഗ്. ഇപ്പോൾ ഒരു മാനുഫാക്ചറിങ് പ്രോസസ്സിനെ നമുക്ക് പല പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഈ ഓരോ പാർട്ടിനെയും ഓപ്പറേഷൻ എന്ന് പറയും. ഇപ്പോൾ ഒരു സ്റ്റീൽ അലമാര പ്രൊഡക്ഷൻ ആണെന്ന് വിചാരിക്കും. അപ്പോൾ സ്റ്റീൽ ഷീറ്റ് കട്ട് ചെയ്യണം, വെൽഡ് ചെയ്യണം, പാർട്ട്മെന്റ്സ് ഉണ്ടാക്കണം, ഡോറ് ഫിക്സ് ചെയ്യണം, ഹാൻഡിൽ ചെയ്യണം, പോളിഷ് ചെയ്യണം. അപ്പം ഈ കേസിൽ ഇത് ഓരോന്നും ഓരോ ഓപ്പറേഷനാണ്. എന്ത്? ഷീറ്റ് കട്ട് ചെയ്യൽ ഒരു ഓപ്പറേഷനാണ്, ബോഡി വെൽഡ് ചെയ്ത് ഉണ്ടാക്കൽ ഒരു ഓപ്പറേഷനാണ്, കമ്പാർട്ട്മെന്റ്സ് വെൽഡ്. അപ്പൊ ഇത് ഓരോ ഓപ്പറേഷനാണ്. അപ്പൊ ഓപ്പറേഷൻ കോസ്റ്റ് റെഫേഴ്സ് ടു ഡിറ്റർമിനിങ് ദ കോസ്റ്റ് ഓഫ് ഓപ്പറേഷൻസ്. പ്രോസസ്സുകളല്ല, പക്ഷെ സാധാരണ ഓപ്പറേഷൻസ്. പ്രോസസ്സ് പറഞ്ഞാൽ കുറച്ചും കൂടി ടെക്നോളജിക്കലി സൊഫോസ്റ്റിക്കേറ്റഡ് ആണ്. അപ്പൊ ഇത് കുറച്ചും കൂടി സിമ്പിൾ ടെക്നോളജി യൂസ് ചെയ്യാനാണ്. ചെറിയ ചെറിയ ഓപ്പറേഷൻസ് ആണ്. അങ്ങനെ വരുന്നതാണ് ഓപ്പറേഷൻ കോസ്റ്റിംഗ്. ഓപ്പറേറ്റിംഗ് കോസ്റ്റിംഗും ഓപ്പറേഷൻ കോസ്റ്റിംഗും തരാം. ഇനി മൾട്ടിപ്പിൾ കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ 2 or more മെത്തേഡ്സ് ഓഫ് കോസ്റ്റിംഗ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് വിചാരിക്കും, സെയിം പ്രോഡക്റ്റിന്റെ കോസ്റ്റ് ഡിറ്റർമൈൻ ചെയ്യാൻ. അതിനെ മൾട്ടിപ്പിൾ അല്ലെങ്കിൽ കമ്പോസിറ്റ് കോസ്റ്റിംഗ് എന്ന് പറയും. ഇപ്പോ അസംബിൾ ചെയ്തിട്ട് കമ്പണൻസ് അസംബിൾ ചെയ്തിട്ട് ഫൈനൽ പ്രോഡക്റ്റ് ആക്കുന്ന കമ്പനികൾ, ഇപ്പൊ ബൈസിക്കിൾ മാനുഫാക്ചറിങ് ഇൻഡസ്ട്രി, അത് ബാച്ച് കോസ്റ്റിംഗ് ആണ് യൂസ് ചെയ്യുന്നുണ്ടാവും. അവരുടെ കമ്പണന്റ് പാർട്സിന്റെ കോസ്റ്റ് അസർട്ടൺ ചെയ്യും. അത് അസംബിൾ ചെയ്തതിനു ശേഷം ദീസ് പാർട്ട് മേ ബി യൂസ്ഡ് ചിലപ്പോൾ യൂണിറ്റ് കോസ്റ്റിംഗ് ആയിരിക്കും, അല്ലെങ്കിൽ സിംഗിൾ അല്ലെങ്കിൽ യൂണിറ്റ് കോസ്റ്റിംഗ് ആയിട്ടായിരിക്കും സിംഗിൾ ബൈസിക്കിളിന്റെ വില അവർ ഡിസൈഡ് ചെയ്യും. ഇപ്പൊ എന്താ പറയുക, റേഡിയോ, ടെലിവിഷൻ, റെഫ്രിജറേറ്റേഴ്സ്, എയറോപ്ലെയിൻ, ഓട്ടോമൊബൈൽ, മെഷീൻ ടൂൾസ്, ഇലക്ട്രിക് മോട്ടോർ, കമ്പ്യൂട്ടർ, ഇതൊക്കെ അസംബിൾ ചെയ്തിട്ടാണ്. അപ്പൊ അസംബിൾ ചെയ്യുന്നതിന് ബാച്ച് കോസ്റ്റിങ്ങും അസംബിൾ ചെയ്തൊരു പ്രോഡക്റ്റ് ആക്കുമ്പോൾ ഒരു സിംഗിൾ അല്ലെ കോസ്റ്റിങ്ങും. അങ്ങനെ ഒരു പ്രോഡക്റ്റിന്റെ വില നിശ്ചയിക്കാൻ കോസ്റ്റ് ഡിസൈഡ് ചെയ്യാൻ തന്നെ 2 അതിൽ കൂടുതൽ മെത്തേഡുകളോ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിനെ മൾട്ടിപ്പിൾ അല്ലെങ്കിൽ കോമ്പോസിറ്റ്. അപ്പൊ നമ്മൾ പറഞ്ഞു കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ടെക്നിക് അല്ലെങ്കിൽ പ്രോസസ് യൂസ്ഡ് ടു അസർട്ടൺ കോസ്റ്റ് ആണ്. അപ്പൊ ഏത് തരത്തിലുള്ള കമ്പനിയാണ്, ഏത് തരത്തിലുള്ള ഇൻഡസ്ട്രി ആണ്, ഓർഗനൈസേഷൻ ആണ് നമ്മുടെ എങ്കിൽ അതനുസരിച്ചിട്ടായിരിക്കും. ഇപ്പൊ ഒരു ജോലി ഒരു ഫർണിച്ചർ ഉണ്ടാക്കി കൊടുക്കുക, അതൊരു ജോബാണ്. 10 ഫർണിച്ചർ ഉണ്ടാക്കി കൊടുക്കാൻ കാരണം ഒരു വർക്ക് ഓർഡർ കിട്ടി. അപ്പൊ അങ്ങനെ ഇനി പ്രിന്റിങ്, ഒറ്റൊരു 1500 കോപ്പി ഓഫ് എ ബുക്ക്, അതൊരൊറ്റൊരു വർക്കാണ്. അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് കോസ്റ്റിംഗ്, അങ്ങനെയുള്ള നേച്ചർ ഓഫ് ജോബ് ആണെങ്കിൽ ഇത് ജോബ് കോസ്റ്റിംഗ്. ഇനി ബാച്ച് ആയിട്ടാണ് പ്രൊഡക്ഷൻ നടക്കുന്നതെങ്കിൽ ഒരു പ്രോഡക്റ്റിനല്ല, ഒരു ബാച്ച് പ്രോഡക്റ്റിന്റെ കോസ്റ്റ് ആണ് കണ്ടുപിടിക്കുന്നതെങ്കിൽ അത് ബാച്ച് കോസ്റ്റിംഗ്. ഇനി ആ ജോലി മുഴുവൻ ഒരു വലിയ കോൺട്രാക്ട് ആണ്. ഈ റിപ്പയറിംഗ് ഒക്കെ പോലെ കുഞ്ഞൊരു ജോബല്ല, മറിച്ച് ഒരു ബിഗ് ജോബാണ്. വീട് ഉണ്ടാക്കുക, റോഡ് ഉണ്ടാക്കുക, ബ്രിഡ്ജ് ഉണ്ടാക്കുക, ഡാം ഉണ്ടാക്കുക. സോ ഇറ്റ്സ് എ ഹ്യൂജ് കോൺട്രാക്ട്. അപ്പൊ കോൺട്രാക്ട് കോസ്റ്റിംഗ്. ഇനി റോ മെറ്റീരിയൽ ഒരു അറ്റത്ത് നിന്ന് മറ്റേ അറ്റത്തേക്ക് വരെ പലവിധ പ്രോസസ്സുകളുടെ ഇടയിൽ കുറച്ചുകൂടി ടെക്നോളജിക്കലി സൊഫോസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പ്രോസസ്സുകളിൽ കൂടെ കടന്നു പോയിട്ടാണ് ഫിനിഷ്ഡ് പ്രോഡക്റ്റ് ഉണ്ടാകുന്നത് എങ്കിൽ അത്തരം പ്രോഡക്റ്റിന്റെ കോസ്റ്റ് ഇൻകർ ചെയ്യാൻ പ്രോസസ് കോസ്റ്റിംഗ് നമ്മൾ ഡിസൈഡ് ചെയ്യും. ഇനി ഒറ്റ പ്രോഡക്റ്റ്, ഒറ്റ പ്രോസസ്സ്, അങ്ങനെയാണെങ്കിൽ ലാർജ് നമ്പർ ഓഫ് പ്രൊഡക്ഷൻ, അങ്ങനെയാണെങ്കിൽ സിംഗിൾ അല്ലെങ്കിൽ യൂണിറ്റ് കോസ്റ്റ്. സർവീസസിനാണെങ്കിൽ ഓപ്പറേറ്റിംഗ് കോസ്റ്റിംഗ്. ഒരു മൊത്തം ഒരു വർക്കിനെ ചെറിയ ചെറിയ പ്രോസസ്സുകളായിട്ടല്ല, ചെറിയ ചെറിയ ഓപ്പറേഷൻസ്, കുഞ്ഞു കുഞ്ഞു ആക്ടിവിറ്റീസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ആ ആക്ടിവിറ്റികളെല്ലാം കൂടി ചേർന്നാലേ ഒരു ഫൈനൽ പ്രോഡക്റ്റ് ഉണ്ടാകുമെങ്കിൽ അത് ഓപ്പറേഷൻ കോസ്റ്റിംഗ്. ഇനി ഒരേ പ്രോഡക്റ്റിന്റെ കോസ്റ്റ് ഡിറ്റർമിൻ ചെയ്യാൻ ഒന്നിൽ കൂടുതൽ മെത്തേഡുകൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിനെ കോമ്പോസിറ്റ് അല്ലെങ്കിൽ മൾട്ടിപ്പിൾ കോസ്റ്റിംഗ്. അങ്ങനെ ഇത്രയും മെത്തേഡ്സ് അല്ലെങ്കിൽ ടെക്നിക്സ് ഓഫ് കോസ്റ്റിംഗ് ഉണ്ട്. ഇനി ടൈപ്സ് അല്ലെങ്കിൽ ടെക്നിക്സ് ഓഫ് കോസ്റ്റിംഗ്. അപ്പൊ എന്താണ് ഈ മെത്തേഡ്സ് ഓഫ് കോസ്റ്റിംഗും ടൈപ്സ് അല്ലെങ്കിൽ ടെക്നിക് ഓഫ് കോസ്റ്റിംഗും തമ്മിലുള്ള ഡിഫറൻസ് എന്താ വെച്ചാൽ, ഒരു കോസ്റ്റ് അസർട്ടേൺ ചെയ്യാൻ ഉപയോഗിക്കുന്ന മാർഗത്തിനെയാണ് നമ്മൾ മെത്തേഡ് ഓഫ് കോസ്റ്റിംഗ് എന്ന് പറയുക. ഇനി
ടൈപ്പ് അല്ലെങ്കിൽ ടെക്നിക് എന്ന് പറഞ്ഞാൽ കോസ്റ്റുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ കോസ്റ്റ് കൺട്രോളിങ്ങിനും ഡിസിഷൻ മേക്കിങ്ങിനും വേണ്ടി മാനേജ്മെന്റിൽ എങ്ങനെ പ്രസന്റ് ചെയ്യുന്നു. The type or technique of costing are the ways in which cost information is presented to the management. എന്തിനു വേണ്ടിയിട്ട്? കൺട്രോൾ ആൻഡ് ഡിസിഷൻ മേക്കിംഗ്. അപ്പൊ അതൊരു 7 ടൈപ്പ് ഓഫ് കോസ്റ്റ് ടെക്നിക്സ് ഉണ്ട്. ഒന്ന് അബ്സോർപ്ഷൻ കോസ്റ്റിംഗ്. ഇപ്പം ഇതെങ്ങനെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കോസ്റ്റും ചാർജ് ചെയ്യും. പ്രോഡക്റ്റിനായാലും സർവീസിനായാലും ജോബിനായാലും പ്രോസസ്സിനായാലും ഓൾ കോസ്റ്റ്, വേരിയബിൾ കോസ്റ്റ് ആയിക്കോട്ടെ ഫിക്സഡ് കോസ്റ്റ് ആയിക്കോട്ടെ. നമ്മൾ ടൈപ്പ് ഓഫ് കോസ്റ്റ് പഠിക്കും. അപ്പൊ വേരിയബിൾ എന്താ ഫിക്സഡ് എന്താന്നൊക്കെ മനസ്സിലാവും. വേരിയബിൾ കോസ്റ്റ് ആയിക്കോട്ടെ ഫിക്സഡ് കോസ്റ്റ് ആയിക്കോട്ടെ എല്ലാ കോസ്റ്റും ഓൾ കോസ്റ്റ് ചാർജ് ചെയ്യും. അതാണ് ഫുൾ കോസ്റ്റിംഗ് അല്ലെങ്കിൽ അബ്സോർപ്ഷൻ കോസ്റ്റിംഗ്. മാർജിനൽ കോസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേരിയബിൾ കോസ്റ്റുകൾ മാത്രം, പ്രോഡക്റ്റിനായാലും ഓപ്പറേഷൻസിനായാലും പ്രോസസ്സിനായാലും വേരിയബിൾ കോസ്റ്റ് മാത്രമേ ചാർജ് ചെയ്യുള്ളൂ. ഫിക്സഡ് കോസ്റ്റ് മൈൻഡ് ആക്കില്ല. അതാണ് വേരിയബിൾ കോസ്റ്റിംഗ്. ഇനി ഡയറക്റ്റ് കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ എല്ലാ ഡയറക്റ്റ് കോസ്റ്റും, ഓൾ വേരിയബിൾ കോസ്റ്റ് ആൻഡ് സം ഫിക്സഡ് കോസ്റ്റ്. അതാണ് എല്ലാ വേരിയബിൾ കോസ്റ്റും കുറച്ച് ചെറിയ ഫിക്സഡ് കോസ്റ്റും. ഇത് കൂടുന്നതാണ് ഈ ഡയറക്റ്റ് കോസ്റ്റ്. അങ്ങനെ എല്ലാ ഡയറക്റ്റ് കോസ്റ്റും ആഡ് ആകുകയും ഇൻഡയറക്റ്റ് കോസ്റ്റിനെ എക്സ്ക്ലൂഡ് ചെയ്യുക, റൈറ്റൺ ഓഫ് ചെയ്യുക പ്രോഫിറ്റിന് എഗെയിൻസ്റ്റ് ദ പ്രോഫിറ്റ്. അതാണ് ഡയറക്റ്റ് കോസ്റ്റിംഗ്. ഡിഫറൻഷ്യൽ കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് കോസ്റ്റുകളെ കമ്പയറിംഗ് കോസ്റ്റ് ഓഫ് 2 alternatives വിച്ച് ഈസ് ദ ബെസ്റ്റ് ആൾട്ടർനേറ്റീവ് എന്ന് ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് കോസ്റ്റ് കമ്പയർ ചെയ്യാണ്. എന്നിട്ട് കുറവ് കോസ്റ്റ് ഉള്ളതിൽ നിന്ന് നമ്മൾ ബെസ്റ്റ് അതിനെ ചൂസ് ചെയ്യാണ്. യൂണിഫോം കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ സെയിം കോസ്റ്റിംഗ് പ്രിൻസിപ്പിൾസ് പ്രാക്ടീസ് ആൻഡ് മെത്തേഡ് ബൈ സെവറൽ അണ്ടർടേക്കിംഗ് ഫോർ കോമൺ കൺട്രോൾ ഓർ കമ്പാരിസൺ. ഒരു കമ്പനി ഒരു രീതിയിൽ മറ്റൊരു കമ്പനി വേറെ, അങ്ങനെയല്ലാതെ കോസ്റ്റ് കമ്പാരിസണും കോസ്റ്റ് കൺട്രോളിനും കോമൺ ആയിട്ടുള്ള കോസ്റ്റിംഗ് പ്രിൻസിപ്പിൾ പ്രാക്ടീസ് മെത്തേഡ്സ് ഉപയോഗിക്കുമ്പോൾ അത് യൂണിഫോം കോസ്റ്റിംഗ് ആവും. അപ്പം ബിറ്റ്വീൻ ദ കമ്പനീസ് ഒക്കെ കമ്പയർ ചെയ്യണമെങ്കിൽ യൂണിഫോം കോസ്റ്റിംഗ് ആയാലേ അത് നടക്കുള്ളൂ. നമ്മൾ കോസ്റ്റ് അസേർട്ട് നമ്മളുടെ ടെക്നിക്ക് അല്ല എങ്കിൽ നമുക്ക് ആ ഡേറ്റ ഇന്റർപ്രിട്ടേഷൻ തെറ്റിപ്പോകും. ഹിസ്റ്റോറിക്കൽ കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ കോസ്റ്റ് ഇൻകർ ചെയ്തതിന് ശേഷം അസേർട്ടേൺ ചെയ്യുക. സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ആക്ച്വൽ കോസ്റ്റിനെ സ്റ്റാൻഡേർഡ് കോസ്റ്റ് ആയിട്ട് കമ്പയർ ചെയ്തിട്ട് വെദർ ദർ ഈസ് എനി വേരിയൻസ്, ഇഫ് സോ വാട്ട് ഇസ് ദ റെമഡിയൽ ആക്ഷൻ, ഈസ് ഇറ്റ് നെസസറി. ഇതൊക്കെയാണ്. അപ്പോൾ മെത്തേഡ് എന്ന് പറയുന്നതും ടെക്നിക് എന്ന് പറയുന്നതും തമ്മിൽ തെറ്റരുത്. മെത്തേഡ് ചോദിച്ചിട്ട് ടെക്നിക്ക് എഴുതിയാലും ടെക്നിക്ക് ചോദിച്ചിട്ട് മെത്തേഡ് എഴുതിയാലും തെറ്റും. കാരണം കോസ്റ്റ് അസേർട്ടേൺ ചെയ്യുന്ന പ്രോസസ്സാണ് കോസ്റ്റിംഗ്. അതിനുപയോഗിക്കുന്ന മെത്തേഡുകളാണ് മെത്തേഡ്സ് ഓഫ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. നേരെ മറിച്ചിട്ട് ഇങ്ങനെയൊക്കെ ചെയ്ത് കോസ്റ്റ് ഇൻഫർമേഷൻ കളക്ട് ചെയ്യുന്നത് മാനേജ്മെന്റിന് കോസ്റ്റ് കൺട്രോൾ ചെയ്യാനും മാനേജ്മെന്റിന് ഡിസിഷൻ എടുക്കാനാണ്. ഇതിനു വേണ്ടിയിട്ട് മാനേജ്മെന്റിലേക്ക് പ്രസന്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ടെക്നിക്കും ടൈപ്സിനെയാണ് നമ്മൾ ടെക്നിക്സ് അല്ലെങ്കിൽ ടൈപ്സ് ഓഫ് കോസ്റ്റിംഗ്. അത് എല്ലാ കോസ്റ്റും പ്രോഡക്റ്റിനും സർവീസിനായാലും ഓപ്പറേഷൻസിനായാലും ജോബിനായാലും ഇൻകർ ചെയ്യുന്ന എല്ലാ കോസ്റ്റും കാണിക്കണം. അതല്ല വേരിയബിൾ കോസ്റ്റ് മാത്രം കാണിച്ചാൽ മതിയോ, അത് ഡയറക്റ്റ് കോസ്റ്റ് മാത്രം കാണിച്ചാൽ മതിയോ, ആ രീതിയിൽ. അതല്ല രണ്ട് ഓൾട്ടർനേറ്റീവ്സിനെ തമ്മിൽ കമ്പയർ ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ഡിഫറൻഷ്യൽ കോസ്റ്റിംഗ്. ഇനി കോസ്റ്റ് കൺട്രോളിനും കമ്പാരിസത്തിനും ഒക്കെ സെയിം പ്രിൻസിപ്പിൾസ് എൻറ്റയർ ഇൻഡസ്ട്രിയിൽ അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന രീതിയാണ് യൂണിഫോം. ഒരു കോസ്റ്റ് ഇൻകർ ചെയ്തിട്ട് അത് റിപ്പോർട്ട് ചെയ്യുന്നതാണ് ഹിസ്റ്റോറിക്കൽ കോസ്റ്റ്. ആക്ച്വലും സ്റ്റാൻഡേർഡും ഒരു കോസ്റ്റും അതിന്റെ വേരിയേഷനും റീസൺ ഫോർ അനാലിസിസ് ഇഫ് നെസസറി ഇത് വരുന്നതാണ് സ്റ്റാൻഡേർഡ് കോസ്റ്റ്. അപ്പൊ ഈ എല്ലാ രീതിയിലും എന്ത് ചെയ്യാം, നമുക്ക് മാനേജ്മെന്റിലേക്ക് കോസ്റ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ട് ചെയ്യാം. മനസ്സിലായില്ലേ? ഇനി എന്താണ് കോസ്റ്റ്? നമ്മൾ കോസ്റ്റിങ്ങും കോസ്റ്റ് അക്കൗണ്ടിങ്ങും കോസ്റ്റ് അക്കൗണ്ടൻസി ഒക്കെ പഠിച്ചെങ്കിലും എന്താണ് കോസ്റ്റ് എന്ന് നമ്മൾ നോക്കിയില്ല. വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ പ്രൈസ് പെയ്ഡ് ഫോർ സംതിങ്. നമ്മളൊരു 10 രൂപ കൊടുത്തിട്ട് ഒരു സാധനം വാങ്ങിക്കുന്നുണ്ടെങ്കിൽ അതിന് ഇൻകർ ചെയ്ത പ്രോഫിറ്റ് വിടും, സെല്ലിംഗ് പ്രൈസ് വിടും, അതിന് ഇൻകർ ചെയ്ത പ്രൈസ്, അതിന് ഇൻകർ ചെയ്ത കോസ്റ്റ് 10 എന്നാണ്. അപ്പം ഒരു സാധനത്തിന് നമ്മൾ കൊടുക്കുന്ന വില പ്രൈസ് എന്നാണ് പറയുന്നതാണ് അതിന്റെ കോസ്റ്റ്. ഇനി ഇൻ കോസ്റ്റ് അക്കൗണ്ടിങ് ദ ടേം കോസ്റ്റ് റെഫേഴ്സ് ടു റിസോഴ്സസ് കൺസ്യൂംഡ് ടു പ്രൊഡ്യൂസ് എ പ്രോഡക്റ്റ് ഓർ സർവീസ്. കോസ്റ്റ് അക്കൗണ്ടിങ്ങിന്റെ ടേംസിൽ
കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ പ്രൈസ് പെയ്ഡ് ഫോർ സംതിങ് അല്ല. ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഒരു സർവീസ് ഉണ്ടാക്കിയെടുക്കാൻ കൺസ്യൂം ചെയ്തിട്ടുള്ള റിസോഴ്സസിന്റെ കോസ്റ്റ്. എന്തെല്ലാം റിസോഴ്സസ് കൺസ്യൂം ചെയ്തിട്ടാണ്, ഉപയോഗിച്ചിട്ടാണ് ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഒരു സർവീസ് ഉണ്ടാകുന്നതെങ്കിൽ അതിനെയാണ് നമ്മൾ കോസ്റ്റ് എന്ന് പറയുക കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ. എമൗണ്ട് ഓഫ് എക്സ്പെൻഡിച്ചർ ഇൻകേർഡ് ഓൺ ഗിവിംഗ് എ തിങ്. ഒരു കാര്യം കൊടുക്കുമ്പോൾ എത്ര എമൗണ്ട് എക്സ്പെൻഡിച്ചർ വരുന്നുണ്ട്, അതും കോസ്റ്റ് ആണ്. ടോട്ടൽ എക്സ്പെൻസസ് ഇൻകേർഡ് ഓൺ പ്രൊഡക്ഷൻ ആൻഡ് സെയിൽ. ഒരു പ്രോഡക്റ്റോ സർവീസോ പ്രൊഡ്യൂസ് ചെയ്യാനും സെയിൽ ചെയ്യാനും ഇൻകർ ചെയ്യുന്ന ടോട്ടൽ എക്സ്പെൻസ്, ഇതും കോസ്റ്റ് ആണ്. സോ പ്രൈസ് പെയ്ഡ് ഫോർ സംതിങ്ങോ ഒരു പ്രോഡക്റ്റോ ഒരു സർവീസോ ഉണ്ടാവാൻ ആവശ്യമുള്ള റിസോഴ്സ് കൺസ്യൂം ചെയ്തതിനെന്നോ എക്സ്പെൻഡിച്ചർ ഇൻകേർഡ് ചെയ്തതിനെന്നോ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ഓഫ് സർവീസ് പ്രോഡക്ട്സ് ആൻഡ് സർവീസസിന് പ്രൊഡക്ഷൻ ആൻഡ് സെയിൽ ഓഫ് പ്രോഡക്ട്സ് ആൻഡ് സർവീസസിനുള്ള എക്സ്പെൻസസ്ന്നോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, കോസ്റ്റിനെ നമുക്ക് ഡിഫൈൻ ചെയ്യാം. ഓക്കെ.